ഹെയർ ലോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ഹെയർ ലോസ് കൊണ്ടിട്ട് ഈ ഒരു ബാൾനെസ് വരുന്നത് കൊണ്ട് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് എൻ്റെ ആ മുടി കൊഴിച്ചിലിൻ്റെ യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കൂ. ടെസ്റ്റുകൾ നമ്മൾ ബയോട്ടിൻ ചെക്ക് ചെയ്യുക, ഫെർട്ടിൻ ടെസ്റ്റ് ചെയ്യണം, തൈറോയ്ഡ് പ്രൊഫൈൽ, T3, T4, TSH ലെവൽസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ D, അതുപോലെ ഹീമോഗ്ലോബിൻ ലെവൽസും, പിന്നെ HbA1c, ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ PCODക്കുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും കൂടുതലായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഹോർമോണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ സ്ട്രെസ്സോ കൊണ്ടൊക്കെയാണ് എന്താ കാരണം എന്നുള്ളത്, എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ലോസ് വന്നെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഒരു 80% എക്സ്റ്റേണൽ ആയിരിക്കാം. അപ്പോൾ അത് ഓയിൽസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മാറും. ബാക്കി നമ്മൾ എക്സ്റ്റേണൽ കോഴ്സ് കൊണ്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ക്യൂർ ആകുള്ളൂ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എന്നുള്ള റിയൽ റീസൺ കണ്ടുപിടിക്കുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.